ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ഒരു റഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ വിഡോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സെന്റ് പീറ്റേഴ്സ്ബർഗ് പട്ടണത്തിനടുത്തുള്ള വനങ്ങളില് തുടർച്ചയായിട്ട് ആളുകളെ കാണാതാവുന്നു. അതായത് ആ കാടിനകത്തേക്ക് പോയവരെ പിന്നീട് ആരും തന്നെ അവരെ ജീവനോടെ കണ്ടിട്ടില്ല. അതിന് കാരണം ലൈം വിഡോ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ ദുരാത്മാവാണെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ആ കാടിനകത്ത് ഒരു 15 കിലോമീറ്റർ അകലെയായി ഒരു ഗ്രാമത്തില് കുറച്ചു പേര് താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള കുറച്ചു പേരുടെ റിയൽ ഇന്റർവ്യൂസ് കാണിച്ചാണ് ഈ ചിത്രം തുടങ്ങുന്നത്. വർഷത്തില് 300ഓളം പേരെയാണ് ആ വനത്തിനകത്ത് വെച്ച് കാണാതാവുന്നത്. എന്നാൽ അവരുടെ മൃതദേഹം കണ്ടെത്തിയാലും ഡെഡ് ബോഡി നേക്കഡ് ആയിരിക്കും. ഒരു തരി വസ്ത്രം പോലും കാണില്ല. അവരുടെ ശരീരത്തിലെ മറ്റു മുറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിയില്ല. എന്തിന് ആ മരിച്ചവരുടെ വസ്ത്രങ്ങള് ആ കാടിനകത്ത് എവിടെയൊക്കെ തെരഞ്ഞു നോക്കിയാലും കണ്ടെത്താൻ കഴിയില്ല. ആ ഗ്രാമത്തിലുള്ളവര് വിശ്വസിക്കുന്നത് 2 കാലുകൾ ഒടിഞ്ഞ ഒരു സ്ത്രീയുടെ ദുരാത്മാവാണ് അവരെ കൊല്ലുന്നത്, അവരുടെ ആത്മാവിനെ മോഷ്ടിക്കുന്നത്. ആ കാടിനകത്ത് വെച്ച് ഒരുപാട് പേരെ കാണാതാവുന്നു, കൊല്ലപ്പെടുന്നു എന്നറിഞ്ഞിട്ടും പലരും ആ കഥകളൊന്നും വിശ്വസിക്കാതെ ഇപ്പോഴും ആ കാടിനകത്തേക്ക് പോകുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ആ കാടിനകത്ത് തനിച്ചാണെന്ന് തോന്നത്തേയില്ല. ആരോ ഒരാൾ നമ്മളെ തന്നെ മറഞ്ഞിരുന്ന് നോക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ആരോ നമ്മുടെ കൂടെയുള്ളത് പോലെ തന്നെ തോന്നും. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ദ വിഡോ. അടുത്ത സീനിലെ ഒരു റെസ്ക്യൂ ടീം ഈ കാടിനകത്ത് അപകടം പറ്റി പെട്ടുകിടക്കുന്നവരെ എങ്ങനെ രക്ഷിക്കാം, അവർക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടെത്തിയ ഡെഡ് ബോഡി എങ്ങനെ പുറത്തേക്ക് എത്തിക്കാം, ഇതിന്റെയൊക്കെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവന്റെ പേരാണ് ആൻഡ്രൂ. ഈ റെസ്ക്യൂ ടീമിന്റെ ലീഡറാണ്. ഇതാണ് നമ്മുടെ കഥാനായിക ക്രിസ്റ്റീന, ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. ഈ റെസ്ക്യൂ ടീം എങ്ങനെയാണ് കാണാതായ ആളുകളെ കണ്ടെത്തുന്നത്, അവരെങ്ങനെയൊക്കെയാണ് രക്ഷിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി ചെയ്യാനാണ് ക്രിസ്റ്റീന ഇപ്പോ ഈ ടീമിനോടൊപ്പം വന്നിരിക്കുന്നത്. കാരണം മറ്റു ചിലരെ പോലെ തന്നെ ക്രിസ്റ്റീനയ്ക്കും പല പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണം. കാടിനകത്തേക്ക് പോയ ഒരാള് പോലും ജീവനോടെ തിരികെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ കാട്ടിലേക്ക് പോവാൻ പേടിയില്ലേ? ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങള്. ഇങ്ങനെ ചിന്തിച്ചിരുന്ന പിന്നെ കാടിനകത്ത് പെട്ടുപോയവരെ ആര് രക്ഷിക്കും? ആരെങ്കിലും അവരെ സഹായിക്കണ്ടേ? ഈ സമയത്ത് ആൻഡ്രൂ ഈ റെസ്ക്യൂ ടീമിന്റെ ചില റൂൾസിനെ പറ്റി പറയുന്നുണ്ട്. ഞങ്ങള് കാടിനകത്ത് ആരെ തെരഞ്ഞു വന്നോ അവരെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ആരെയാണോ ആദ്യം കണ്ടെത്തുന്നത് അവർക്ക് ജീവനുണ്ടെങ്കിലേ അവരെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുക. അല്ലാതെ കാടിനകത്ത് പെട്ടുകിടക്കുന്ന എല്ലാവരെയും ഒരേ സമയത്ത് രക്ഷിക്കാൻ കഴിയില്ല. ആ ഒരു സമയത്ത് ടീമിലുള്ളവരെ ആൻഡ്രൂ പറയുന്നത് കേൾക്കണം. അല്ലാതെ ആ സമയത്ത് ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ തനിയെ തെരഞ്ഞു നോക്കിക്കോളാം എന്നൊന്നും പറഞ്ഞ് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ പാടില്ല. അങ്ങനെ വന്ന എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും. നമ്മുടെ ക്രിസ്റ്റീന ആൻഡ്രൂ പറയുന്ന കാര്യങ്ങളൊക്കെ തന്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഈ ടീമിൽ മൊത്തം 4 പേരാണ്: ആൻഡ്രൂ, വിക്ടോറിയ, അലക്സി, മാർക്ക്. അപകടത്തിൽപ്പെട്ട് ജീവനോടെയുള്ള ആളുകളെ കണ്ടെത്താനാണ് അലക്സി തന്റെ ഡോഗിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവർക്ക് ഇതുവരെയും ജീവനോടെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു റെസ്ക്യൂ ടീം തിരിച്ചു പോകുന്ന സമയത്താണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വാക്കി ടോക്കിയിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. 14 വയസ്സുള്ള നിക്കീറ്റ എന്നൊരു പയ്യനെ കാടിനകത്ത് വെച്ച് കാണാതായി. അവന്റെ കൂടെയുണ്ടായിരുന്ന സഹോദരൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നാൽ നിക്കീറ്റ ഇപ്പോഴും ആ കാടിനകത്ത് പെട്ടുകിടക്കാണ്. അവന്റെ സഹോദരൻ ഇപ്പോഴും ആ ഒരു ഷോക്കിലാണ്. അവനിപ്പോ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല, ആകെ പേടിച്ചിരിക്കുക. ആ പയ്യനെ തെരയാനായിട്ട് മറ്റൊരു ടീം അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാ അവർ ആ സ്പോട്ടിലെത്താൻ ഒത്തിരി സമയമെടുക്കും, ഒത്തിരി ലേറ്റ് ആവും. അതിനു മുൻപ് ആൻഡ്രൂനോടും ടീമിനോടും നിക്കീറ്റയെ ആ കാട്ടിലൊന്ന് തെരഞ്ഞു നോക്കാൻ പറഞ്ഞായിരുന്നു വാക്കി ടോക്കിയിലെ മെസ്സേജ്. അവര് ആ പയ്യനെ കാണാതായ സ്പോട്ടിലെത്തി. ഈ ഒരു അരുവിക്ക് തൊട്ടായിട്ടാണ് നിക്കീറ്റയെ കാണാതായത്. അവരങ്ങനെ കാട്ടിലൂടെ കുറച്ചു ദൂരം നടന്ന് നിക്കീറ്റയെ കാണാതായ സ്പോട്ട് കണ്ടെത്തി. എന്നാ ഒരുപാട് നേരം അവർ ആ കാടിനകത്ത് തെരഞ്ഞു നോക്കിയിട്ടും അവർക്ക് ആ പയ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അലക്സി പറയുന്നുണ്ട്, ഈ വർഷം തന്നെ ഒരു 100 പേരെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇതേ സ്പോട്ടിൽ തന്നെ തെരഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് വെറുതെ നമ്മുടെ സമയം കളയാണ്. സമയം ഒത്തിരി ലേറ്റായി, നമുക്ക് തിരിച്ചു പൊക്കൂടെ? എന്നാ ഈ സമയത്താണ് വിക്ടോറിയയ്ക്ക് അവിടെ നിന്ന് നിക്കീറ്റയുടെ അനിയന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവയെ കിട്ടുന്നത്. അപ്പോ ഉറപ്പായും നിക്കീറ്റ ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. വിക്ടോറിയ ആ ഒരു സന്തോഷത്തിലായിരുന്നു. എന്നാ ആ ഒരു സന്തോഷം ഒരു സെക്കൻഡ് പോലും ഉണ്ടായിരുന്നില്ല. ആ പാവയ്ക്ക് തൊട്ടായിട്ട് പുല്ലുകൾക്കിടയിലെ ഒരു സ്ത്രീയുടെ ശരീരം.
എന്നാൽ ആ സ്ത്രീക്ക് ജീവനുണ്ടായിരുന്നു, മരിച്ചിട്ടില്ല. ദേഹത്ത് മറ്റു മുറിവുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇവരുടെ ടീമിന്റെ റൂൾ അനുസരിച്ച് ആരെയാണോ ആദ്യം കണ്ടെത്തുന്നത് അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്തായാലും ആ പയ്യനെ കണ്ടെത്താനായിട്ട് മറ്റൊരു ടീം പുറപ്പെട്ടിട്ടുണ്ട്. അവര് വേഗം തന്നെ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി തിരിച്ചവര് വാനിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ക്രിസ്റ്റീന തന്റെ ക്യാമറയിൽ നോക്കി ആ സ്ത്രീയെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് എന്ത് പറ്റിയെന്നോ എന്ത് കണ്ട് പേടിച്ചെന്നോ ഞങ്ങൾക്കറിയില്ല. ആ സ്ത്രീയുടെ വസ്ത്രം ഞങ്ങൾക്ക് ഈ കാടിനകത്ത് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദേഹത്ത് ഒരു മുറിവ് പോലും ഇല്ല. ഇതൊക്കെ പറയുന്ന നേരത്ത് ആ റെസ്ക്യൂ ടീം അവിടെ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോ ക്രിസ്റ്റീന തനിച്ചാണ്. പെട്ടെന്ന് അവള് താഴേക്ക് മറിഞ്ഞു വീണു. ആകെ പേടിച്ചറിന്റെ അവള് ചുറ്റും നോക്കുന്ന നേരത്താണ് പെട്ടെന്നൊരു കൈ വന്ന് ക്രിസ്റ്റീനയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അത് വിക്ടോറിയ ആയിരുന്നു. എന്നാൽ അവര് കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോ അവരെ രക്ഷിച്ചുകൊണ്ട് വന്ന സ്ത്രീ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാൻ തുടങ്ങി. ആ സ്ത്രീക്ക് സംസാരിക്കാൻ വയ്യ. അവർക്കാണെങ്കിലേ എന്ത് ചെയ്യണമെന്നറിയില്ല. മുറിവാണെങ്കില് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. ഇതിപ്പോ ഈ സ്ത്രീക്ക് എന്ത് പറ്റിയതാണെന്ന് അവർക്കറിയില്ലല്ലോ. ആൻഡ്രൂ വേഗം തന്നെ ആ സ്ത്രീയുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ വായില് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ തന്നെ ആ സ്ത്രീ ആൻഡ്രൂവിന്റെ കൈയിനിട്ട ഒരു ഒറ്റ കടിയാണ്. വേദന കൊണ്ട് അവൻ കരയാൻ തുടങ്ങി. ഇതിപ്പോ തന്റെ വിരല് മുറിച്ചു മാറ്റണം അതോ ആ സ്ത്രീയുടെ പല്ല് പറിക്കണോ? അവരെല്ലാവരും ആകെ പാനിക്കായി. പിന്നെ ഒരു വിധത്തിൽ അവര് ആൻഡ്രൂന്റെ വിരല് ആ സ്ത്രീയുടെ വായിൽ നിന്ന് എടുത്തു മാറ്റി. ഒപ്പം തന്നെ ആ സ്ത്രീയുടെ വായിൽ നിന്ന് അത്രയും നീളത്തില് ചേറും ചെളിയും നിറഞ്ഞ പുല്ലുകള് വലിച്ചെടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ആ സ്ത്രീ ശ്വാസം കിട്ടാതെ പിടഞ്ഞിരുന്നത്. അതിനുശേഷം ആ സ്ത്രീക്ക് അവര് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തു. ഇപ്പോ ആ സ്ത്രീക്ക് സംസാരിക്കാം. ഇവരുടെ പേരാണ് സോയ. ഈ സമയത്താണ് കാടിനകത്ത് നിന്ന് ആരുടെയോ ഒച്ചത്തിലുള്ള കരച്ചില് കേൾക്കുന്നത്. ആരോ മരണഭയത്തില് അലറി വിളിക്കുന്നത് പോലെ. അവരെല്ലാവരും അത് കേട്ട് പേടിച്ചരണ്ട് നിൽക്കുക. എന്നാ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് അവര് വാനിന്റെ അടുത്തേക്ക് നടന്നാലും ആ കരച്ചില് അവർക്ക് കേട്ടുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് അലക്സി ആണെങ്കിൽ അത് കാണാതായ പയ്യനാണെന്ന് പറഞ്ഞ് ആ കരച്ചില് കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. പിന്നാലെ തന്നെ മറ്റുള്ളവരും. ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ആളെ തെരയാൻ പാടില്ല എന്ന് ആൻഡ്രൂ അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് ആ പയ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് അവിടെയുള്ള ഒരു മരത്തില് വിക്ടോറിയ ഒരു സിംബല് കാണുന്നത്. അതെന്തായാലും നല്ല സൈനല്ല. ഈ ഗ്രാമത്തിലുള്ളവര് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഈവിൾ സ്പിരിറ്റിന്റെ സിംബൽ ആണെന്നാണ്. അതൊരിക്കലും ഫോളോ ചെയ്ത് പോവാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് നേരെ വാനിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവരെത്രയൊക്കെ നടന്നാലും പിന്നെ വന്നു നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. ആ കാടിനകത്ത് അവര് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 3 മണിക്കൂർ അവർ ആ കാടിനകത്ത് വഴിയറിയാതെ പെട്ടുപോയി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ അവരുടെ വാൻ കണ്ടെത്തി. അവര് കണ്ടെത്തിയ സ്ത്രീയെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവര് വേഗം തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോ അവര് സഞ്ചരിച്ചിരുന്ന വാൻ ചെളിയിൽ താഴ്ന്ന് സ്റ്റക്കായി. പിന്നെ ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് അവർ ആ വാൻ ചെളിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ പിന്നെയും അവര് യാത്ര തുടർന്നു. പക്ഷേ കുറെ ദൂരം ചെന്നപ്പോഴേക്കും അടുത്ത തടസ്സം. മരം വീണ് റോഡ് ബ്ലോക്കായി. അവരിങ്ങോട്ട് വന്നപ്പോ ആ മരം വീണിരുന്നില്ല. ഇനി ആ മരം മുറിച്ചു മാറ്റിയിട്ട് വേണം അവർക്ക് മുന്നോട്ട് പോവാൻ. അങ്ങനെ മരം മുറിച്ചു മാറ്റാനായിട്ട് ആൻഡ്രൂവും മാർക്കും വാനിന് പുറത്തേക്ക് ഇറങ്ങി. മറ്റുള്ളവര് സോയെ നോക്കാനായിട്ട് വാനിൽ തന്നെ ഇരുന്നു. ഈ സമയത്ത് സോയ എന്ന സ്ത്രീ ആകെ അപ്സെറ്റായി. നമ്മൾ ആരും തന്നെ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. ആർക്കും അതിന് കഴിയില്ല. അവള് നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയും. ഈ സ്ത്രീ എന്താ പറയുന്നെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. സോയ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ആര് കൊല്ലുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ഈ സമയത്ത് സോയ ലെയിം വിഡോ എന്ന ദുരാത്മാവിന്റെ കഥ അവരോട് പറയാൻ തുടങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ കാടിനെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ഒരു സ്ത്രീ സോഫിയ, അവള് തന്റെ ഭർത്താവിനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഇതറിഞ്ഞ ഗ്രാമത്തിലുള്ളവരെ സോഫിയെ തല്ലിച്ചതച്ചു. അവളുടെ 2 കാലുകളും തല്ലിയൊടിച്ചു. അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റി അവളെ വിവസ്ത്രയാക്കി. കാടിനകത്ത് ഒരു ചെളിക്കുണ്ടില് സോഫിയെ ജീവനോടെ ചവിട്ടി താഴ്ത്തി. അത്രയും ക്രൂരമായാണ് ആളുകൾ സോഫിയെ കൊന്നത്. അവൾ എന്തിനാണ് തന്റെ ഭർത്താവിനെ കൊന്നത് അതാർക്കും തന്നെ അറിയില്ല. അതിനുശേഷം സോഫിയുടെ ദുരാത്മാവ് പ്രതികാരദാഹിയായി ഗതി കിട്ടാതെ ഇവിടെ അലയാൻ തുടങ്ങി. തന്നെ ആരൊക്കെ ചേർന്നാണ് കൊന്നതെന്ന് അത് സോഫിക്ക് അറിയില്ല. അതുകൊണ്ട് ഈ കാടിനകത്തേക്ക് വരുന്ന എല്ലാവരെയും അവൾ കൊന്നുകളയും. അവളെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ മാറ്റി കൈകാലുകളൊക്കെ ഒടിച്ച് ഏതെങ്കിലും ചതുപ്പില് പൂഴ്ത്തിവെക്കും. അത് മനുഷ്യരായാലും വളർത്തു മൃഗങ്ങളായാലും ആരെയും അവള് വെറുതെ വിടില്ല. ഈ ഒരു കഥ കേട്ട് അവരെല്ലാവരും ആകെ പേടിച്ചു വിറച്ചിരിക്കുക. എന്നാ അതേ സമയം തന്നെ ആൻഡ്രൂവും മാർക്കും ചേർന്ന് മരം മുറിക്കാനായിട്ട് ഒരുപാട് നേരം ശ്രമിച്ചെങ്കിലും ആ ചെയിൻ
സോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ദേ കാടിനകത്ത് ആരോ നടന്നു പോകുന്നത് ആൻഡ്രൂ കാണുന്നുണ്ട്. അത് മാർക്കാണെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോ ദേ തൊട്ടടുത്ത് മാർക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കാടിനകത്തേക്ക് നടന്നുപോയത് ആരായിരിക്കും? എന്നാൽ ഇക്കാര്യം ആൻഡ്രൂ ആരോടും പറയുന്നില്ല. കാരണം അല്ലെങ്കിൽ തന്നെ അവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എന്തായാലും മരം മുറിച്ചു മാറ്റാതെ അവർക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. അതുകൊണ്ട് അവര് വന്ന വഴി തന്നെ തിരിച്ചു പോയാൽ കാട്ടിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഒരു ഷോർട്ട് കട്ട് വളവോ തിരിവോ ഇല്ലാതെ നേരെ ഹൈവേയിലേക്കുള്ളതാണ്. എന്നാൽ അവർ ആ ഷോർട്ട് കട്ട് വഴി കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ആ വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇതിലേതാണ് ശരിക്കുള്ള വഴിയെന്ന് അവർക്കറിയില്ല. മാപ്പ് നോക്കിയിട്ട് അവിടെ രണ്ട് വഴിയുള്ളതായിട്ട് കാണിക്കുന്നുമില്ല. എന്തായാലും വഴി അറിയാതെ മുന്നോട്ട് പോയാല് കാടിനകത്ത് പെട്ടുപോകും. പിന്നെ ഹൈവേയിലേക്കുള്ള എന്തെങ്കിലും സൈൻ ബോർഡ് കണ്ടെത്തണം. അതുകൊണ്ട് അവര് രണ്ടുപേര് ചേർന്ന് ഗ്രൂപ്പായിട്ട് സൈൻ ബോർഡ് തെരഞ്ഞു നടക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് വിക്ടോറിയ അവിടെ കുറെ പുല്ലുകൊണ്ടുണ്ടാക്കിയ കൂടുകൾ കാണുന്നത്. ഈ ഒരു കൊടും കാടിനകത്ത് ഇതാരായിരിക്കും ഇതൊക്കെ ചെയ്തു വെക്കുന്നത്? ഇതുപോലൊരു വൈക്കോൽ കൂനയിൽ നിന്നായിരുന്നു അവര് സോയെ കണ്ടെത്തിയത്. എന്നാ ഈ ഒരു സമയത്ത് ആ വൈക്കോൽ കൂനയ്ക്ക് പിന്നിൽ നിന്ന് ആരോ തന്നെ നോക്കുന്നത് പോലെ വിക്ടോറിയക്ക് തോന്നി. എന്നാൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് അവിടെ ആരെയും കാണാനില്ല. അപ്പോഴേക്കും ആൻഡ്രൂ ഇവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള ശരിയായിട്ടുള്ള വഴി കണ്ടെത്തി. ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആൻഡ്രൂ വളരെ വേഗത്തിലാണ് വാൻ ഓടിക്കുന്നത്. അവരെല്ലാവരും ആകെ പേടിച്ചിട്ടാണ് വാനിലിരിക്കുന്നത്. ഇതൊരു നോർമൽ റോഡല്ല. ഇത്ര വേഗത്തിൽ വാഹനം ഓടിക്കാനായിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ റെസ്ക്യൂ ടീം നമ്മളെ കണ്ടെത്താനായിട്ട് കുറച്ച് പാടാണ്. എന്നാൽ ആൻഡ്രൂ ആണെങ്കിലേ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി എന്ന വെപ്രാളത്തിലാണ് വാൻ ഓടിക്കുന്നത്. അങ്ങനെ ആ വെപ്രാളത്തിലെ ആൻഡ്രൂന്റെ ശ്രദ്ധ മാറി. നടു റോഡിലെ ആരോ കുറെ പുല്ലുകളൊക്കെ കൂട്ടിയിട്ടിരുന്നു. എന്തായാലും ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. പക്ഷേ വാൻ പിന്നെയും സ്റ്റക്കായി. എന്നാലും ഇതാരീ പണി ചെയ്തെന്ന് പറഞ്ഞ് അവര് വാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അലക്സിയുടെ ഡോഗ് എന്തോ ആകെ കുരച്ച് ബഹളം വെച്ച് കാടിനകത്തേക്ക് ഓടിപ്പോയി. അപ്പോ അലക്സി പറയുന്നത് ചിലപ്പോ ഡോഗ് ആ പയ്യനെ കണ്ടെത്തി കാണും. അലക്സിയും മാർക്കും വേഗം തന്നെ ഡോഗിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. എന്നാ ക്രിസ്റ്റീനയ്ക്കും അവരുടെ കൂടെ പോണം. അവരാ പയ്യനെ കണ്ടെത്തുന്നതൊക്കെ വീഡിയോ എടുക്കണം. എന്നാൽ ആൻഡ്രൂ അതിനെ സമ്മതിക്കില്ല. വിക്ടോറിയ ആ സ്ത്രീയെ നോക്കാനായിട്ട് വാനിനകത്ത് ഇരിക്കുന്നുണ്ട്. ആൻഡ്രൂ വാനിന്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് തന്നെ സഹായിക്കാൻ പറഞ്ഞ് ക്രിസ്റ്റീനയെ തന്റെ കൂടെ തന്നെ നിർത്തി. എന്നാ നമ്മുടെ ക്രിസ്റ്റീനയ്ക്ക് ഇതൊക്കെ വീഡിയോ എടുക്കാതെ യാതൊരു മനസമാധാനവുമില്ല. അവള് ആൻഡ്രൂ അറിയാതെ ഡോഗിനെ തെരഞ്ഞുപോയ അലക്സിയുടെയും മാർക്കിന്റെയും അടുത്തേക്ക് ഓടി. ഇതേ സമയം തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് ആൻഡ്രൂ വാൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അവന്റെ തൊട്ടടുത്തായിട്ട് ക്രിസ്റ്റീന നിൽക്കുന്നുണ്ട്. അവൻ എത്ര തന്നെ ക്രിസ്റ്റീനയെ വിളിച്ചിട്ടും അവള് വിളി കേൾക്കുന്നില്ല. അപ്പോ വാനിലുണ്ടായിരുന്ന വിക്ടോറിയാണ് അവന് ടൂൾസ് എടുത്തു കൊടുക്കുന്നത്. ഇപ്പോ അവൻ ക്രിസ്റ്റീനയെ നോക്കി. എന്നാ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അല്പനേരം കഴിഞ്ഞ് ആൻഡ്രൂവും വിക്ടോറിയയും ചേർന്ന് വാഹനം ശരിയാക്കി. അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് തവണ ശ്രമിച്ചു. പക്ഷേ വാൻ സ്റ്റാർട്ട് ആവുന്നില്ല. എന്നാ ഇപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. കാട്ടിലേക്ക് ഓടിപ്പോയ ഡോഗ് അതാ വാനിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇവര് വിളിച്ചിട്ട് ഡോഗിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല. ആ ഡോഗിന്റെ നോട്ടം അതത്ര പന്തിയല്ല. മാത്രമല്ല ഡോഗിന്റെ കഴുത്തിലൊരു കോളർ ഉണ്ടായിരുന്നു. അതിപ്പോ കാണാനില്ല. സാധാരണ ഇവരെ കണ്ടാ തന്നെ ഡോഗ് അടുത്തേക്ക് ഓടി വരേണ്ടതാണ്. എന്നാൽ ആൻഡ്രൂ ഡോഗിനെ വിളിച്ച് അതിന്റെ അടുത്തേക്ക് പോകും തോറും ഡോഗ് പിന്നിലേക്ക് ഇരുട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ആൻഡ്രൂവും ഡോഗും ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. പിന്നെ യാതൊരു ഒച്ച അനക്കമൊന്നുമില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആൻഡ്രൂ ആ ഡോഗിനെ എടുത്ത് തിരിച്ചെത്തി. പക്ഷേ ആൻഡ്രൂവിന്റെ മുഖത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായിരുന്നു. ആൻഡ്രൂവിന്റെയും ഡോഗിന്റെയും കണ്ണുകൾ അത് മുഴുവനായും കറുത്ത നിറത്തിലായി. ഇത് കണ്ട് ഭയന്നുപോയ സ്ത്രീ പേടിച്ചു കരഞ്ഞ് വാനിന്റെ ഒരു മൂലയ്ക്ക് പതുങ്ങിയിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. വിക്ടോറിയക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ പേടിയാവാൻ തുടങ്ങി. അപ്പോഴേക്കും സോയ ആ വാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ആരും തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല, അവൾ അതിന് സമ്മതിക്കില്ല. ആകെ ഭയന്നുപോയ വിക്ടോറിയ വാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആൻഡ്രൂ തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ആ വാൻ വളരെ വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. വിക്ടോറിയക്ക് വേറെ വഴിയില്ലാതെ മരണഭയത്തില് അവൾ ആ വാനിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടി. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അറിയാതെ മറ്റു 3 പേരും ഡോഗിനെയും തെരഞ്ഞ് കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അലക്സി അവിടെ ഉണ്ടായിരുന്ന ഒരു മാളത്തിൽ നിന്ന് ഡോഗിന്റെ കരച്ചില് കേൾക്കുന്നത്. വിളിച്ചിട്ടത് പുറത്തേക്ക് വരുന്നുമില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ തന്റെ ഡോഗിനെ തെരഞ്ഞ് അവൻ ആ മാളത്തിനകത്തേക്ക് ഇഴഞ്ഞു നീങ്ങിപ്പോയി. അങ്ങനെയാണ് അലക്സിക്ക് അതിനകത്തു നിന്ന് ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത്. എന്നാൽ ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട് ഇവർ ഈ കാട്ടിലേക്ക് തെരഞ്ഞു വന്ന നിക്കീറ്റയുടെ ഡെഡ് ബോഡി അലക്സിക്ക് തൊട്ട് താഴെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. അലക്സിയെ പുറത്തേക്ക് കാണാതെ മാർക്കും ക്രിസ്റ്റീനയും ആകെ ബഹളം വെക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവൻ ആ മാളത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കടന്നു. എന്നാൽ ഈ സമയത്താണ് അവര് വാനിലുണ്ടായിരുന്ന എമർജൻസി സൈറന്റെ ശബ്ദം കേൾക്കുന്നത്. എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ സൈറന്റെ ശബ്ദം കേട്ട് വിക്ടോറിയ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആൻഡ്രൂ ഓടിച്ചിരുന്ന വാൻ അതൊരു തടാകത്തിലേക്ക് മറിഞ്ഞിരുന്നു. ആൻഡ്രൂവും ഡോഗും ആ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. ഈ ഒരു കാഴ്ച കണ്ട് വിക്ടോറിയ ആകെ തകർന്നുപോയി പൊട്ടിക്കരയുന്ന നേരത്താണ് കുറച്ച് ദൂരെ വെള്ളത്തിൽ നിന്ന് ആരോ ഒരാൾ മറുകരയിലേക്ക് കയറി പോകുന്നു. അത് ആൻഡ്രൂ ആണ്. ഇത് കണ്ടവള് ആൻഡ്രൂവിന്റെ പേര് വിളിച്ച് അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. എത്ര തന്നെ വിളിച്ചിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ കാട്ടിലൂടെ കുറെ ദൂരം നടന്ന് കാടിന് നടുക്കുള്ള ഒരു വീടിനകത്തേക്ക് കയറിപ്പോയി. ഒരു പേടിയോടെയാണെങ്കിലും വിക്ടോറിയ ആ വീടിനകത്തേക്ക് കയറി ചെന്നു. എത്ര വിളിച്ചിട്ടും ആൻഡ്രൂ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ വിക്ടോറിയ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവൻ ചെയ്തോണ്ടിരുന്നു. മുന്നോട്ട് 2 സ്റ്റെപ്പ് എടുത്തു വെച്ച അവൻ മുന്നോട്ട് നടക്കും. ഇനി ഒരു കൈ പൊക്കിയാൽ അവനും ഒരു കൈ പൊക്കി പിടിക്കും. അവള് മരണഭയത്തില് അവന്റെ അടുത്തേക്ക് ചെന്ന് ആൻഡ്രൂവിനെ തൊട്ടു വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. എന്നാൽ ആൻഡ്രൂവിന് മുഖം ഉണ്ടായിരുന്നില്ല, ഇരുട്ട് മാത്രം. ആ ഇരുണ്ട മുഖം കണ്ട് ആകെ പേടിച്ചറിഞ്ഞു പോയ വിക്ടോറിയ അവിടെ തന്നെ ബോധം കെട്ട് വീണു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് വിക്ടോറിയ മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു. ഇപ്പോ ആൻഡ്രൂവിനെ അവിടെ ഒന്നും കാണാനില്ല. താനിത് എവിടെയാണെന്നറിയാതെ അവള് ആൻഡ്രൂവിനെ ആ വീട് മുഴുവൻ തെരഞ്ഞു നോക്കി. ആ വീട് കണ്ടപ്പോ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഇതൊരു മന്ത്രവാദിയുടെ വീടാണ്. ആ വീട് നിറയെ വൈക്കോല് കൊണ്ടുള്ള വിച്ച് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യരൂപത്തിലാക്കി തൂക്കിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല കുറെ പത്രക്കടലാസും. ഈ കാടിനകത്ത് വെച്ച് കാണാതായ ആളുകളെ കുറിച്ചുള്ള വാർത്തകള്. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് അവള് ശ്രദ്ധിക്കുന്നത്. ഇവരെ കണ്ടെത്തിയ ആ സ്ത്രീയില്ലേ സോയ, ആ സ്ത്രീ തന്റെ ഭർത്താവിനെ കൊന്നിട്ടാണ് ഈ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ ഈ കാടിനകത്ത് നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങൾക്കെല്ലാം കാരണം സോയാണ്. അത് വിക്ടോറിയയ്ക്ക് മനസ്സിലായി. അതേസമയം തന്നെ ഇവിടെ വാനിന്റെ സൈറന്റെ ശബ്ദം കേട്ട് അവരാ തടാകത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. വന്നു നോക്കുമ്പോ അവരുടെ വാൻ തടാകത്തിലേക്ക് മറഞ്ഞു കിടക്കുന്നു. ആൻഡ്രൂന്റെ ഡെഡ് ബോഡി ആ വെള്ളത്തിൽ അങ്ങനെ പൊന്തിക്കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അവരാകെ തകർന്നുപോയി. തടാകത്തില് നിറയെ ചെളിയായതുകൊണ്ട് തന്നെ അവർക്ക് ആ തടാകത്തിലേക്ക് ഇറങ്ങാനും വയ്യ. അവരുടെ സേഫ്റ്റിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ വാനിലായിരുന്നു. അവര് ആൻഡ്രൂനെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. വിക്ടോറിയ, സോയ ഇവരെ രണ്ടുപേരെയും കാണാനില്ല. അവരാ തടാകത്തിന് ചുറ്റും അവരെ തെരഞ്ഞു നോക്കി. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന പാലത്തിനടിയിലെ സോയ പേടിച്ചരണ്ട് ഒളിച്ചിരിക്കുന്നത് അവർ കാണുന്നത്. ആ സ്ത്രീ രക്ഷപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും വിക്ടോറിയ രക്ഷപ്പെട്ട് കാണണം. ആദ്യം അവർ ആ സ്ത്രീയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്, വിക്ടോറിയയ്ക്ക് എന്താ പറ്റിയത്, ഇതൊക്കെ ചോദിച്ചെങ്കിലും ആ സ്ത്രീ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പ്രേതം കയറിയതുപോലെ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെ വിക്ടോറിയ കണ്ടെത്താനായിട്ട് അവളുടെ ക്യാബില് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അത് ട്രേസ് ചെയ്ത് നോക്കി. അതെ, വിക്ടോറിയ ഇവരുടെ തൊട്ടടുത്ത് ഇവിടെ എവിടെയുണ്ട്. അവളൊരു ഫ്ലയർ കത്തിച്ച് പിടിച്ചാണ് നടക്കുന്നത്. ഇത് കണ്ടതും അലക്സിയും മാർക്കും അവരെ ക്രിസ്റ്റീനയോട് ഈ സ്ത്രീയോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ് വിക്ടോറിയ തെരഞ്ഞ് കാട്ടിലേക്ക് പോയി. അവര് കാട്ടിലൂടെ കുറച്ചങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കുറച്ച് ദൂരെയായി ഒരു വെട്ടം കാണാം. അത് വിക്ടോറിയ ആയിരുന്നു. അലക്സി വേഗം തന്നെ അവളെ ആ ചെളിയിൽ നിന്ന് രക്ഷപ്പെടുത്തി തിരിച്ച് ക്രിസ്റ്റീനയുടെ അടുത്തേക്ക് തന്നെ എത്തി. വിക്ടോറിയ അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഡോഗ് തിരിച്ചു വന്നതും വാൻ വെള്ളത്തിലേക്ക് മറിഞ്ഞതും ആൻഡ്രൂ തടാകത്തിൽ നിന്ന് കരയിലേക്ക് കയറിപ്പോയതും കാടിന് നടുക്കുള്ള അമാനുഷികമായ ആ ഒരു വീടും. എന്നാൽ ഇതൊന്നും തന്നെ അവര് വിശ്വസിക്കുന്നില്ല. കാരണം ആൻഡ്രൂന്റെ ഡെഡ് ബോഡി തടാകത്തിലേക്ക് കിടക്കുന്നത് അവര് കണ്ടതാണ്. പിന്നെ നീ എങ്ങനെ അവന്റെ പിന്നാലെ പോയത്? കാടിനകത്ത് അങ്ങനെ ഒരു വീടുള്ളതായിട്ട് അവര് വിശ്വസിക്കാൻ തയ്യാറായില്ല. സോയ ഒരു മന്ത്രവാദിയാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്റ്റീന മാത്രം അവള് പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അവൾക്കും ആ സ്ത്രീയെ പേടിയാണ്. ചിലപ്പോ വിക്ടോറിയ പറയുന്നതൊക്കെ സത്യമാണെങ്കിലേ സോയ ഇവരെ എന്തെങ്കിലും ചെയ്താലോ? ക്രിസ്റ്റീന കൂടുതൽ കാര്യങ്ങൾ വിക്ടോറിയോട് ചോദിച്ചറിയുന്നുണ്ട്. ഇനി ഈ കാടിനുള്ളിലെ ആളുകൾ മരിക്കുന്നതിന് കാരണം അത് സോയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്റ്റീന ഒത്തിരി ഫേമസ് ആവും. അതിനുവേണ്ടിയാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ വിക്ടോറിയോട് ചോദിച്ചറിയുന്നത്. എന്നാൽ മാർക്ക് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. നീയാകെ പേടിച്ചിരിക്കുകയാണ്. അതാണ് ഈ പിച്ചയും പെയ്യൊക്കെ പറയുന്നത്. തീ കത്തിക്കാനായിട്ട് ഉണങ്ങിയ വിറകെടുത്തിട്ട് വരാന്ന് പറഞ്ഞ് മാർക്കും അലക്സിയും അവിടെ നിന്ന് പോയി. എന്നാൽ ക്രിസ്റ്റീന അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ ആ സ്ത്രീയെ അവിടെ കാണാനില്ല. ഇത് കണ്ട് ആകെ പേടിച്ചു പോയ വിക്ടോറിയ തന്റെ ബാഗിലെ ഫ്ലയർ ഗൺ എടുത്ത് ആ സ്ത്രീയെ തെരഞ്ഞ് കാട്ടിലേക്ക് പോയി. ഈ സമയത്ത് സോയ ഒരു മരത്തിന്റെ ചുവട്ടിലെ തീയൊക്കെ കത്തിച്ച് എന്തൊക്കെയോ റിച്വലൊക്കെ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. വിക്ടോറിയ ആ ഫ്ലയർ ഗണ്ണായിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. നീ ആൻഡ്രൂവിന് എന്താ ചെയ്തത്? അവൻ നിന്റെ വീടിനകത്തേക്ക് പോണത് ഞാൻ കണ്ടതാണ്. പറ, നീ അവനെ എന്താ ചെയ്തത്? തോക്കുമായിട്ട് നിൽക്കുന്ന വിക്ടോറിയ കണ്ട ആ സ്ത്രീ അവള് നിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു.
അവള് നിങ്ങളെ ആരെയും ജീവനോടെ വിടില്ല. അവൾക്ക് വേണ്ടത് നരബലിയാണ്. ഇത്രയും നാള് താനായിരുന്നു അടിമ, താനായിരുന്നു നിങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. ഇനി നിന്റെ ടേൺ ആണെന്ന് പറഞ്ഞ് ആ സ്ത്രീ വിക്ടോറിയയുടെ കയ്യിലെ ഗണ്ണിന്റെ ട്രിഗർ അമർത്തി വെടിയേറ്റ് അവിടെ മരിച്ചു വീണു. ഈ ഗൺഷോട്ട് കേട്ട് ക്രിസ്റ്റീന അങ്ങോട്ട് ഓടിയെത്തി. അവള് വന്ന് നോക്കുമ്പോ സോയ അവിടെ മരിച്ചു കിടക്കുന്നു, തോക്ക് വിക്ടോറിയയുടെ കയ്യിലും. ഈ സമയത്ത് വിക്ടോറിയയും ആകെ ഭയന്നിരിക്കുകയാണ്. അവള് കരഞ്ഞ് ബഹളം വെച്ചോണ്ട് പറയുന്നുണ്ട്, ഇത് ചെയ്തത് താനല്ല, ഇതാ സ്ത്രീ സ്വയം ചെയ്തതാണ്. അപ്പോഴേക്കും വിറകെടുക്കാൻ പോയ മാർക്കും അലക്സിയും സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. അപ്പോ ക്രിസ്റ്റീന പറയും, ഇത് ചെയ്തത് വിക്ടോറിയാണ്, അവളാണ് ഈ പാവം സ്ത്രീയെ കൊന്നത്. ഇത് കേട്ട് വിക്ടോറിയയുടെ കൺട്രോൾ അങ്ങ് പോയി. അവര് രണ്ടുപേരും തമ്മില് അടിപിടി ബഹളമായി. വേറെ നിവൃത്തിയില്ലാതെ അലക്സി അവരുടെ രണ്ടുപേരുടെയും കൈകള് കൂട്ടിക്കെട്ടി, അല്ലെങ്കിൽ രണ്ടെണ്ണം വഴക്കിട്ട് മരിക്കും. പറഞ്ഞിട്ട് അവര് കേൾക്കുന്നുമില്ല. അങ്ങനെ എല്ലാവരും സമാധാനത്തില് ഒരു സ്ഥലത്തിരുന്ന് വിക്ടോറിയ പറഞ്ഞതാണോ അതോ ക്രിസ്റ്റീന പറഞ്ഞതാണോ സത്യം എന്നറിയാനായിട്ട് വിക്ടോറിയയുടെ ക്യാപ്പിലുണ്ടായിരുന്ന ക്യാമറ ചെക്ക് ചെയ്ത് നോക്കി. എന്നാ ആ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലക്സിക്ക് മുൻപ് അവന് ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിരുന്നില്ലേ, ആ ഫോണിലെ മെമ്മറി കാർഡ് ചെക്ക് ചെയ്ത് നോക്കി. ഇനി അത് കാർഡിന്റെ പ്രശ്നമാണെന്ന് അറിയണ്ടേ. എന്നാൽ ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്ന വീഡിയോസ് കണ്ട് അവരൊത്തിരി ഷോക്കായി. അന്ന് രാത്രി നിക്കീറ്റയും അവന്റെ കുഞ്ഞനീനും വ്ളോഗ് ചെയ്യാനാണെന്ന് പറഞ്ഞ് രാത്രി സമയത്ത് നടന്നാണ് ഈ കാട്ടിലേക്ക് വന്നത്. അങ്ങനെ അവര് ഇവിടെ പ്രേതമുണ്ട്, മന്ത്രവാദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കാടിനകത്ത് ചുറ്റിത്തിരിയുന്ന നേരത്താണ് സോയ എന്ന സ്ത്രീ വിവസ്ത്രയായി എന്തൊക്കെയോ മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ആ രണ്ട് പയ്യന്മാരും കാണുന്നത്. എന്നാൽ സോയ മോശപ്പെട്ട ഒരു മന്ത്രവാദിനിയല്ല. ഈ കാടിനകത്തേക്ക് വരുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അവൾ ആ ദുരാത്മാവിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ഒക്കെ ചെയ്തെങ്കിലും ആ ഒരു ദുരാത്മാവ് അവളെ പറ്റിക്കുകയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ സോയ ആ ദുരാത്മാവിനെ ആവാഹിക്കാനാണ് അന്ന് ആ ചടങ്ങുകളൊക്കെ ചെയ്തത്. ആ രണ്ട് പയ്യന്മാരും ആ സ്ത്രീ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നത് കണ്ട് പേടി ചേർണ്ടങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കൂട്ടിയിട്ടിരുന്ന പുല്ലിന് ആകെ തീ പിടിച്ച് എന്തോന്ന് ആ സ്ത്രീയെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ഇത് കണ്ട് ആകെ ഭയന്നു പോയ നിക്കീറ്റയുടെ അനിയൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ നിക്കീറ്റയെ എന്തോന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് ആ വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് വിക്ടോറിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. ആ സ്ത്രീ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. താനൊരിക്കലും ആ ഗണ്ണെടുക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനാവാതെ അവരെല്ലാവരും മരണഭയത്തിലെ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് മനുഷ്യരെ കൊല്ലുന്നത്? ഇതിനൊരു ഉത്തരം അവർക്ക് കിട്ടിയിട്ടില്ല. അവരതിനെ കണ്ടിട്ടില്ല. ആ സമയത്താണ് അലക്സിയുടെ വാക്കി ടോക്കിയിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. രണ്ടാമത്തെ റെസ്ക്യൂ ടീം അവരുടെ അടുത്തെത്താറായി. അവരോട് തെരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് മീറ്റിംഗ് പോയിന്റിലേക്ക് എത്താൻ പറഞ്ഞായിരുന്നു ആ ഒരു മെസ്സേജ്. ഒട്ടും തന്നെ സമയം കളയാതെ അവര് 4 പേരും മീറ്റിംഗ് പോയിന്റിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവരെത്ര തന്നെ നടന്നിട്ടും അവര് പിന്നെയും വന്ന് നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്, ആ ഈവിൾ സ്പിരിറ്റിന്റെ സിംബലുള്ള അതേ മരത്തിന്റെ അടുത്ത്. ഇതൊരു നല്ല സൈനല്ല. അവർക്ക് ചുറ്റും വിചിത്രമായ പല ശബ്ദങ്ങളും കേൾക്കാം. അതെന്താണെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. എല്ലാവരുടെ മുഖത്തും മരണഭയമാണ്. കാരണം ഇത് പ്രേതാണോ അതോ വല്ല മൃഗങ്ങളാണോന്ന് ഇതൊന്നും അവർക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് ഏതൊരു അദൃശ്യ ശക്തി അലക്സിയെ പിടികൂടി ആ സിംബല് കൊത്തിവെച്ചിരുന്ന അതേ മരത്തിലേക്ക് അവനെ തുളച്ചു കയറ്റി. അത്രയും ക്രൂരമായാണ് അവനെ കൊല്ലുന്നത്. ഇപ്പോഴും അതെന്താണെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് അവരെല്ലാവരും മരണഭയത്തിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ആ വെപ്രാളത്തില് അവർ ചെന്നുപെട്ടത് ഒരു ട്രാപ്പിലേക്കായിരുന്നു. അവർക്ക് ചുറ്റും നിറയെ ട്രാപ്പായിരുന്നു. ഏതെങ്കിലും ഒന്നിലെങ്കിലും അറിയാതെ ചെന്ന് തൊട്ടാൽ ആ മരക്കമ്പുകളൊക്കെ അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറും. അത് മാത്രമല്ല, ഈ കാടിനകത്ത് വെച്ച് കാണാതായ എല്ലാവരുടെയും വസ്ത്രങ്ങൾ ആ ട്രാപ്പിൽ തൂക്കിയിട്ടിരുന്നു. അലക്സിയുടെ ഡോഗിന്റെ കോളറും അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ പോലും ആ ദുരാത്മാവ് വെറുതെ വിടില്ല. ഈ സമയത്താണ് അവർ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം അവര് 3 പേരും തിരിച്ചറിയുന്നത്. ഇവരിപ്പം നിൽക്കുന്ന ഇതേ സ്ഥലത്താണ് പണ്ട് സോഫി എന്ന സ്ത്രീയെ അതിക്രൂരമായി ജീവനോടെ ചെളിയിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. പെട്ടെന്ന് ഈ സമയത്ത് മാർക്കിന്റെ മട്ടും ഭാവമൊക്കെ ആകെ മാറി. സോഫിയുടെ ദുരാത്മാവ് അവനെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. അവന്റെ കണ്ണുകളൊക്കെ മുഴുവനായും കറുത്ത നിറത്തിലേക്ക് മാറി. എന്നിട്ട് അവരോട് 2 പേരോടും പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടത് നിങ്ങളിലെ ആരെയോ ഒരാളെയാണ്. അതിനെ ഞാൻ മരിക്കാന്ന് പറഞ്ഞ് മാർക്ക് എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ താഴെ മാന്താൻ തുടങ്ങി. അതെ, അവിടെയായിരുന്നു ആ സ്ത്രീയെ ജീവനോടെ മറവ് ചെയ്തിരുന്നത്. പെട്ടെന്ന് സോഫിയുടെ ദുരാത്മാവ് മാർക്കിനെ അതിനകത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. ഈ ഒരു കാഴ്ച കണ്ടതും വിക്ടോറിയയും ക്രിസ്റ്റീനയും മരണഭയത്തിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി അവസാനം 2 പേരും അവിടെ താഴേക്ക് മറിഞ്ഞു വീണു.
അല്ലെങ്കിലും ഒരാൾ വീണ പിന്നെ മറ്റൊരാളും താഴേക്ക് വീഴും. കാരണം അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയ സമയത്ത് അലക്സി അവരെ രണ്ടുപേരെയും ഒരു കയറ് കൊണ്ട് കെട്ടിയിരുന്നു. അപ്പോഴേക്കും എന്തോ ഒരു വിചിത്രമായ ശബ്ദം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാ അടുത്ത സെക്കൻഡിൽ തന്നെ അദൃശ്യമായ എന്തോ ഒന്ന് അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് വലിച്ചോണ്ട് പോവാൻ തുടങ്ങി. ഈ ഒരു സമയത്തും വിക്ടോറിയ തന്റെ ദേഹത്ത് കെട്ടിയിരുന്ന കയറ് അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. താൻ മരിച്ചാലും ക്രിസ്റ്റീന രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഒടുക്കം അവൾ ആ കയററുത്തു മാറ്റി. വിക്ടോറിയയെ അതങ്ങ് വലിച്ചുകൊണ്ട് ദൂരേക്ക് കൊണ്ടുപോയി. ഇപ്പോ ക്രിസ്റ്റീന ഈ കാടിനകത്ത് തനിച്ചായി. ആ കറക്റ്റ് സമയത്തും അവളുടെ ക്യാപ്പിലെ ലൈറ്റ് ഓഫായി. അത് വർക്ക് ചെയ്യുന്നില്ല. അവളൊരു ഫ്ലയർ എടുത്ത് കത്തിച്ച് മുന്നോട്ട് കുറെ ദൂരം നടന്നു. പിന്നെ ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച് അവള് ഇരുട്ടത്ത് പേടിച്ചറിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോ ദേ വിക്ടോറിയ പുറംതിരിഞ്ഞു നിൽക്കുന്നു. അവള് വിക്ടോറിയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്നാൽ വിക്ടോറിയ ഒന്നും തന്നെ മിണ്ടാതെ അങ്ങനെ നിൽക്കുക. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിലെ അവരെ തെരഞ്ഞു വന്ന രണ്ടാമത്തെ റെസ്ക്യൂ ടീം നമ്മുടെ നായിക ക്രിസ്റ്റീനയെ കണ്ടെത്തി. കൂട്ടത്തിലെ അവള് മാത്രമാണ് രക്ഷപ്പെട്ടത്. തീർന്നില്ല, അടുത്ത സീനില് നമ്മളെ കാണിക്കുന്നത് കാടിന് നടുക്കുള്ള അമാനുഷികമായ ആ വീടാണ്. ആ വീടിനകത്ത് നമ്മുടെ വിക്ടോറിയ വിവസ്ത്രയായിട്ട് സോയെ പോലെ തന്നെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് കാണിച്ചാണ് ദ വിഡോ എന്ന ഈ ഒരു റഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്